ഇതാണ് നമ്മളെ കോളേജിലെ പ്രിൻസിപ്പൽ നിസാം. നമ്മളിപ്പോ ഈ നടന്നു പോണത് PSM ഇഫ്താർ കൂടെ. കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ കോളേജിൽ ഇഫ്താർ ഉണ്ടാവും. അങ്ങനെ കോഴിക്കാലുള്ള പ്ലേറ്റും കണ്ടെത്തി ഞങ്ങൾ അവിടെ ഇരുന്നു. അഖില എത്രണ്ണം നോറ്റു? 2 ഇവിടെ ഞങ്ങളൊക്കെ നോമ്പറക്കുമ്പോഴും ചെക്കന്മാരുടെ ഓരോ പണിയില്ല. എല്ലാ പരിപാടിക്കും ഉണ്ടാവും ഇങ്ങനെ ഒരു ക്യാമറമാൻ. എത്ര തിരക്കിലാണെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ പരിപാടിനെ കുറിച്ച് പറയാൻ അടിപൊളി പന്തലും ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു. എന്തായാലും ഞാൻ കല്ലസ്മയും വെട്ടി വീങ്ങിയിരുന്നു. ബിരിയാണി അടിപൊളിയാണ് പറഞ്ഞത്. ചെക്കന്മാരല്ലാതെ പിന്നെ അവിടെ ചിക്കൻ പീസിന് തവങ്ങളാണ്. ഒരു നോമ്പ് തൊട്ട് തിന്നാതെ നമുക്ക് വളർന്നിട്ട് ഇവക്ക് പിന്നെ നോമ്പറക്കാൻ കൂട്ടിന് ആളെ കിട്ടി. ഇതിലൊക്കെ മുണ്ട് മടക്കി സപ്ലൈ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. വാട്ടിടിക്കുക നമ്മളെ കോളേജിലെ മെയിൻ പുള്ളികൾ. ഒരു ദിവസം ഒരു മനുഷ്യൻ എന്തെല്ലാം കഴിക്കും അതെല്ലാം കൂടെ വെട്ടി വീങ്ങി ഒറ്റയിരിപ്പിൽ തിന്നു. പിന്നെ തിന്നോന്ന് മതിയാവുന്ന ഞങ്ങൾ വീട്ടിൽ കൈയിടാൻ. അങ്ങനെ പിന്നെ നോമ്പറിനേന്റെ ശേഷം ഞാനും സെലീനമിസിന്റെ കുട്ടി കൂടെ ഫസ്റ്റ് ഇയേഴ്സിന്റെ പരിപാടിയാണ്. പിന്നെ കണ്ടമാനം കുട്ടികളുണ്ട്. ഒരൊറ്റ പരിപാടി എന്താ ചെയ്യുക, കുട്ടിക്ക് ഇന്നെ മാത്രം പറ്റും. ഈ കാണുന്നതൊക്കെ ഫസ്റ്റ് ഇയേഴ്സിന്റെ ചെക്കന്മാരാണ്. ഒക്കെ കൂടി കുട്ടീനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മറിക്കി ഓൻ ആട്ടി ലാസ്റ്റ് കുട്ടിനെ കരീപിച്ച്. ഇപ്പൊ നിലനിൽപ്പിന്റെ കൂടെ എന്താ എന്ത് പറഞ്ഞാലും ക്യാമറ ഓൺ. പിന്നെ ശത്രുക്കളാണെങ്കിലും ശരി അതേപോലെ 4 വ്യക്തി. പക്ഷേ ഇവര് നമ്മളെ പാവം ജൂനിയേഴ്സ്. ഇഫ്താറിന് പണി കിട്ടിയത് ആദർശനും കേൾപ്പിക്കും. പാവങ്ങളെ എല്ലാവർക്കും നടന്ന് ഫോട്ടോ എടുത്തോണ്ടി. അങ്ങനെ ഞങ്ങൾ 3rd ഇയേഴ്സ് എല്ലാവരും കൂടി ഒരു 4 ഫോട്ടോ എടുത്തു. അതിന്റെ ലിസ്റ്റിൽ മുന്നേ തന്നെ വന്നിരിക്കണേനാണ് വലിച്ചേറ്റുകൾ എല്ലാവരും കൂടി ഓനെടുത്ത് കൊണ്ടുപോകും. പാവം ചെക്കൻ അവിടെ കൊണ്ടുപോയി. ഏതായാലും എല്ലാവരും തിക്കി കുത്തിക്കാണ്ട് ഒരു ഫോട്ടോ ഫോട്ടോയിൽ കാണൂല. ഇടക്കിടക്ക് പൊന്തിയോണ്ടിരിക്കും. ആദർശം ഇവിടെ മുട്ടിപ്പാട്ടിന് റെഡിയാണ്. നമ്മളെ ചെയർമാൻ ഞാല് പിന്നെ പരിപാടി ഉഷാറായ സന്തോഷത്തിലാണ്. പാടിയവരെയും അത് കേട്ട് ആടിയവരെയും ഇത് കണ്ട് വേറെ പരിപാടിക്കൊന്നും വിളിക്കരുതെന്ന് അപേക്ഷിക്കുകയാണ്. സഭാന്റെ കാട്ടങ്ങനെ ഇടുമ്പോൾ നോമ്പൊറ്റണവരെ എനിക്ക് സംശയം. എന്താ ചെയ്യാ, ഓരോ പാട്ട് സഹിക്കാൻ പറ്റാതെ പ്രിൻസിപ്പൾ വരെ ഇറങ്ങി വന്നു. അത്രയും കോളേജിലെ പാട്ട് പാടിയാൽ പിന്നെ ആരായാലും ഇറങ്ങി വരും. പോരാത്തതിന് സമയം അതിക്രമിച്ചിരിക്കുന്നു. സമയം അതിക്രമിച്ചതിനാൽ പ്രിൻസിപ്പൾ എല്ലാരെയും ആട്ടി പറഞ്ഞേക്കും. അല്ലെങ്കിൽ ഒറ്റ അവിടെ അനങ്ങുള്ള സാറിന് പ്രിൻസിപ്പൾ ആട്ടി പറഞ്ഞതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. യെസ് ഗൈസ്, അനുവദിച്ച സമയത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പാടില്ല. അങ്ങോട്ട് നിന്ന പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്. ഏതായാലും PSM ഒരു ഇഫ്താർ കിട്ടി. അൽഹംദുലില്ലാഹ് ഖൈർ.